ഇടുക്കി മുള്ളരിങ്ങാട് അമേൽത്തൊട്ടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ചു. മുള്ളരിങ്ങാട് സ്വദേശി അമർ ഇലാഹിയാണ് മരിച്ചത്. തേക്കിൻകൂപ്പിൽ പശുവിനെ അഴിക്കാൻ പോയപ്പോഴായിരുന്നു ആക്രമണം. കൂടെ ഉണ്ടായിരുന്ന ആൾ ഓടി രക്ഷപ്പെട്ടു. സംഭവത്തിൽ അതിശക്തമായ പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്ന് ഡീൻ കുര്യാക്കോസ് MP പറഞ്ഞു. സംഭവത്തിൽ അതിശക്തമായ പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്ന് ഡീൻ കുര്യാക്കോസ് MP പറഞ്ഞു. വനം മന്ത്രിയെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്നും ഡീൻ കുര്യാക്കോസ് ആവശ്യപ്പെട്ടു. മന്ത്രിയെ മന്ത്രിസഭയിൽ നിന്ന് ചവിട്ടിപ്പോകാൻ അന്തസ്സുണ്ടെങ്കിൽ പിണറായി വിജയൻ അദ്ദേഹത്തെ CPM-ന്റെ ആജ്ഞാനുവർത്തിയായി കഴിയുന്ന ഒരു പ്രതീകം മാത്രമാണ് അദ്ദേഹത്തിന് ഈ വകുപ്പ് ഭരിക്കാൻ അറിയില്ല എന്നുള്ളത് ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കി. ഇവിടെ കാട്ടാന ആക്രമണം ഉണ്ടായിട്ടുള്ളത് ഈ പറയപ്പെടുന്ന സ്ഥലങ്ങളിലാണ്. എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ആഴ്ച മരണപ്പെട്ടത് പുത്തമ്പുഴയിലാണ്. ഇപ്പോൾ ആ വനത്തിൽ ഇങ്ങനെ വെച്ചിട്ട് മുള്ളരിങ്ങാട്. ഇതിനു മുമ്പ് ആളുകൾ മരണപ്പെട്ടിട്ടുള്ളത് തുടർച്ചയായി കാട്ടാന ആക്രമണമുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ്. ഇതറിയാത്ത ആളല്ല സംസ്ഥാന വനവകുപ്പ്. ഇന്നല്ലെങ്കിൽ നാളെ എന്നുള്ളതായിരുന്നു മുള്ളരിങ്ങാട്ടെ അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള പ്രതിവിധിയില്ല, പരിഹാരവുമില്ല. ജനങ്ങളെ കുരുതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ശക്തമായ ഭാഷയിൽ പറയുകയാണ്, ജനങ്ങളെ വന്യമൃഗങ്ങൾക്ക് കുരുതി കൊടുത്തുകൊണ്ട് ഇടതുപക്ഷം ഈ നാട് ഭരിക്കാമെന്ന് വെറുതെ വിചാരിക്കേണ്ട. പ്രദേശവാസികൾ സംഭവത്തിൽ പ്രതിഷേധിച്ചു. കാട്ടാന കൊലപ്പെടുത്തിയ ഇടുക്കി മുള്ളരിങ്ങാട് സ്വദേശി അമർ ഇലാഹിയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ അറിയിച്ചു. ഒരു രാത്രി ഒരു ആശുപത്രി കേസിനോ ഒരു കാര്യങ്ങളൊക്കെ പോകാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കണില്ല. എങ്ങനെ ആ കുടുംബം എന്ത് സമാധാനത്തിലാണ് ആ കുടുംബം കഴിയണേ? ഒരു 24 വയസ്സ് മാത്രമുള്ള ആ പിഞ്ചു മോൻ എന്നാണ് മരണപ്പെട്ടേക്കണേ. ഇതിന് ഉദ്യോഗതലത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വത്തിനും ജീവനും ഒരു സംരക്ഷണം നൽകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇന്ന് രാവിലെ വരെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ, ഞങ്ങളുടെ ഒരു അനിയൻ ഞങ്ങളിൽ നിന്ന് പോയി കാട്ടാനയുടെ ആക്രമണത്താൽ. വർഷങ്ങളായിട്ട് ഞങ്ങളുടെ നാട്ടിൽ കാട്ടാനയുടെ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാട്ടാനയുടെ ശല്യമാണ് ഞങ്ങളുടെ നാട്ടിൽ. റോട്ടിലൂടെ സഞ്ചരിക്കാൻ പോലും പറ്റാത്ത പല സാഹചര്യങ്ങളും ഞങ്ങളുടെ നാട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പല മേഖലകളിലേക്ക് ഞങ്ങൾ ഇതിൻ്റെ അറിയിപ്പ് കൊടുത്തിട്ടും ശാശ്വതമായൊരു പരിഹാരം നാളെ ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. 13 കിലോമീറ്ററോളം ഫെൻസിങ് തീർക്കേണ്ടടുത്ത് 3-4 കിലോമീറ്റർ ഫെൻസിങ് തീർത്ത് ഈ ആളുകളുടെ ഇടയിലേക്ക് ആന ഇറങ്ങാതിരിക്കാനുള്ള യാതൊരു നടപടികളും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇന്ന് കുറേ മാസങ്ങളായിട്ട് ഈ പ്രദേശത്ത് ആനയുടെ സാമീപ്യമുണ്ടായിരുന്നു. അതിൽ തന്നെ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് 8ഓളം ആനകൾ ഈ പ്രദേശത്ത് തമ്പടിച്ചിരുന്നു. അപ്പോൾ നാട്ടുകാരായിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ളവർ പെരിയാറിന് ഇങ്ങേ സൈഡ് സംരക്ഷിക്കുന്നതിന് വേണ്ടി ആന ഇങ്ങോട്ട് വരാതിരിക്കാനുള്ള ആസൂത്രിതമായിട്ടുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. ആ കൂടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും ഉണ്ടായിരുന്നു. പക്ഷേ ഈ 8 ആനകൾ ഉണ്ടായിരുന്നതിൽ 6 ആനകൾ മറുഭാഗത്തേക്ക് പോയി. പക്ഷേ 2 ആനകൾ ഇപ്പോഴും ഈ പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഈ പ്രദേശം എന്ന് പറയുന്ന വനത്തിനോട് ചേർത്ത് കിടക്കുന്ന പ്രദേശമാണ്. 100 വർഷമായിട്ട് ഈ പ്രദേശത്ത് ജനവാസമുള്ളതാണ്. ഇടുക്കി ജില്ലയുടെ മിക്കവാറുമുള്ള പഞ്ചായത്തുകളെല്ലാം വനവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ അതിരുകൾ പങ്കിടുന്നതാണ്. ഇത് വർഷങ്ങളായിട്ട് ഇവിടെ പറയുന്നുണ്ട്, ഫെൻസിങ് നടത്തണം, അല്ലെങ്കിൽ കിടങ്ങുകൾ ഉണ്ടാക്കണം, ആനകൾ ഇങ്ങോട്ട് വരാതിരിക്കുന്നതിന് വേണ്ടി രാത്രിയിൽ കാവൽ ഏർപ്പെടുത്തണം, ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. പക്ഷേ ഈ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സമീപനം നമ്മളിത് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. അവരുടെ സമീപനം എന്ന് പറയുന്നത് അവർ ജനങ്ങളുടെ പ്രതിഷേധം വരുമ്പോൾ അത്യാവശ്യം കുറേ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അവർ പോകും. രാത്രിയിൽ പിന്നെ ആന പകൽ മാത്രമല്ല വരുന്നത്, രാത്രിയിലും വരുന്നുണ്ട്.